സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്തെ സബ് ടോപ്പിക് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് അത് എററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസും സബ് ടോപ്പിക് എന്ന് പറയുന്നത് എറേഴ്സുമാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: A physical quantity capital Q is found to depend on quantities A, B, C by the relation capital Q equal A to power 4 B cube all divided by C square. Now, the percentage error in A, B and C are 3%, 4% and 5%. Okay, now then the percentage error in Q is എന്നാണ് ചോദ്യം. അതായത് Q എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എയിനെയും ബിയിനെയും സിനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് A to power 4 B to power 3 ആൻഡ് C to power 2 ഇങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി എയിൻ്റെയും ബിയിൻ്റെയും സിൻ്റെയും പെർസെൻറ്റേജ് എററും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 3%, ബീൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 4%, അതുപോലെ തന്നെ സീൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 5%. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 അല്ലെങ്കിൽ ക്യൂവിൻ്റെ പെർസെൻറ്റേജ് എറർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന റിലേഷൻ, സോ ക്യൂവും എയുമായിട്ടുള്ള റിലേഷൻ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് എഴുതുകയാണ്. ക്യൂ ഈസ് ഈക്വൽ ടു A to power 4 B to power 3 ആൻഡ് C സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 4 ടൈംസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 3 ടൈംസ്. എന്തുകൊണ്ടാണ്? ഇവിടെ എയിൻ്റെ പവർ 4 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 4 വന്നത്. ഇവിടെ ബീൻ്റെ പവർ എത്രയാണ്? 3 ആണ്, അതുകൊണ്ട് 3 ഇവിടെ വരും. സോ 3 ടൈംസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് അടുത്ത സീൻ്റെ പവർ എത്രയാണ്? സീൻ്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ 2 ടൈംസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് വന്നു. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ, എല്ലാവരും ക്ലിയർ അല്ലേ ഇതുവരെ? ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 3% ആണ്. എത്രയാണ്? 3% ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 അത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 4% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5% ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സോ പെർസെൻറ്റേജ് എറർ ഇൻ ക്യൂ ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 എന്ന് പറയുന്നത് ഇത് എത്രയായി മക്കളെ? 4 3s are 12% പ്ലസ് അഗെയിൻ 4 3s are 12% പ്ലസ് ഇത് എത്ര വന്നു? 5 2s are 10%. സോ ഇതെന്ന് പറയുന്നത് 24 പ്ലസ് 10 ദാറ്റ് ഈസ് 34% എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ സി.